50 കൊല്ലം തപസ്സിരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ അവിടെ ഇവിടെ അല്ലാണ്ട് ഉണ്ടാവില്ല. ഇന്ത്യ മൊത്തത്തിൽ CPM-നെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിൽ നമ്പ്യാർ, ഇവരവിടെ ഒന്നും ഇല്ലല്ലോ, ഇവർ കേരളത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേരളത്തെ ഉദാഹരിച്ച് പറയാം. ഇനി ഇവന്റെ വായിലിരിക്കണത് കേൾക്കണം. കോഴമാണിയെ കുറിച്ച് ഇവിടുത്തെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, 90,000 1,00,000 എന്നൊക്കെ പറയുന്ന മന്ത്രി. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? MLA അതിന് വോട്ട് പിടിക്കുന്നത് ഓന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാ. പിണറായി വിജയന്റെ പടം വെച്ച 2 വോട്ട് കിട്ടില്ല. MLA, എനിക്ക് അങ്ങയോട് സങ്കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടുമല്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങ് ദയനീയമായ നുണകൾ പറയുന്നത്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. 25 ലക്ഷം രൂപ പൈലറ്റ് ആക്കാൻ കൊടുത്തു. നല്ല രസകരമായിട്ടുള്ള വാഗ്ദാനമാണ്. ഫ്രീ ആയി വാഗ്ദാനം നൽകുന്ന ഏക രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധി അങ്ങ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വാഗ്ദാനങ്ങൾ സമൃദ്ധിയാണ്. നോക്കൂ, പ്രളയബാധിത മേഖലകളിൽ റീബിൽഡ് കേരളയുടെ പണം ഇന്നും കൊടുക്കാൻ കഴിവില്ലാത്ത 7 വർഷക്കാലം ഭരിച്ച രാഷ്ട്രീയ സംഘടന നേതാവാണ് പറയുന്നത് ഞാൻ 25 ലക്ഷം ഇനി കൃത്യമായി കൊടുക്കുമെന്ന്. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മൾ കാലം കഴിക്കും. 2, അങ്ങയുടെ നെന്മാറ മണ്ഡലം ഉൾപ്പെടുന്ന ഈ ആലത്തൂർ മണ്ഡലത്തിൽ, അങ്ങയുടെ നെന്മാറ മണ്ഡലം ഉൾപ്പെടുന്ന ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് അങ്ങ് പറയാണ് കർഷകന്റെ രോധനത്തെ കുറിച്ച്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 21 രൂപ 83 പൈസ. ഈ കേന്ദ്ര സർക്കാർ 1 രൂപ 43 പൈസ കൂട്ടിയ സമയത്ത് ആ പൈസ നിങ്ങൾ കൊടുക്കുന്ന ഗ്രാൻഡിൽ നിന്ന് കുറച്ച് കർഷകനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച വ്യക്തിയല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടന നേതാക്കന്മാർ? അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ. അങ്ങോട്ട് വേണേല അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ വളയും. ഞാൻ ചോദിച്ചത് കർഷകന്റെ ആവശ്യം എന്താ? ഈ ചിറ്റൂര് പാടത്ത് കൃഷി കത്തിച്ചു കളഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങ് പറയുന്നത് ഞങ്ങൾ കർഷകന്റെ കണ്ണീരൊപ്പും. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞങ്ങളുടെ വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ കയറുന്ന 2014 774 എയർപോർട്ടാ. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് 150 എയർപോർട്ടാ. മെട്രോ 5 ഇന്ന് 20. മെഡിക്കൽ കോളേജ് 384 ഇന്ന് 700. എയിംസ് 7 ഇന്ന് 22. യൂണിവേഴ്സിറ്റി 400 ഇന്ന് 1100. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ ഇതൊക്കെ തന്നെ. ഞങ്ങളുടെ നാഷണൽ ഹൈവേ 96,000 കിലോമീറ്റർ കയറുമ്പോ ഇന്ന് 1.5 ലക്ഷം കിലോമീറ്റർ. റൂറൽ റോഡ് 3,20,000 ഇന്ന് 3,75,000. വന്ദേ ഭാരത് 41 എണ്ണാണ് ഞങ്ങൾ കയറുമ്പോ 0. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒരു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതിയെ നേരെ ഇങ്ങോട്ട് മേടിക്കുക, അതിന്റെ പേരെ മാറ്റിട്ട് ഒരു ഉളുപ്പില്ലാണ്ട കോപ്പി അടിച്ചിട്ട് സുഖമായിട്ട് അങ്ങോട്ട്. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. ഞങ്ങൾ ഈ കോൺഗ്രസിന്റെ നേതാവ് സജീഷ് വലിയ വാശിക്കാരനാണ്, നല്ല പ്രാസംഗികനാണ്. പക്ഷെ സജീഷേ, എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആളാണല്ലോ അല്ലേ രമ്യ ഹരിദാസ്? നിങ്ങളുടെ ആളഞ്ഞല്ലേ? 1734 കോടി ആയമ്മ കൊടുന്നതല്ലെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 1734 കോടി രൂപ ചെലവാക്കാൻ കേന്ദ്ര സർക്കാർ ഈ ആലത്തൂരിന് തന്നപ്പോ അങ്ങനെ 20 പാർലമെന്റിലും തന്നുവെങ്കിൽ നിങ്ങൾ ഈ നാടിനെ ഞങ്ങൾ മാറ്റി നിർത്തി, BJP മാറ്റി നിർത്തി എന്ന് പറഞ്ഞപ്പോ തട്ടിപ്പും നുണയല്ലേ സഹോദര? ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. രണ്ടാമത്തെ കാര്യം, ഈ കൊഴിഞ്ഞാമ്പാറ മണ്ണിൽ നിന്ന് 3.5 കിലോമീറ്റർ മുതൽ 4 കിലോമീറ്റർ അപ്പുറത്താ തമിഴ്നാട്ടില് നിങ്ങളുടെ നേതാവുണ്ടല്ലോ MLA, അതിന് വോട്ട് പിടിക്കുന്നത് ഓന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാ. പിണറായി വിജയന്റെ പടം വെച്ച 2 വോട്ട് കിട്ടില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കഴിഞ്ഞ തവണ അങ്ങയുടെ രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന 5 വർഷക്കാലം കൊണ്ട് ആലത്തൂർ മണ്ഡലത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള MP വിജയിച്ചത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ ബാബുട്ട മുഖ്യമന്ത്രിന്റെ മോളുടെ കാര്യമല്ല പറഞ്ഞ്, ഞാൻ ഈ കാര്യം പറഞ്ഞു. എന്തേ മതിയായോ? കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു. ഇപ്പോ ഞാൻ പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടി എന്താ പറഞ്ഞ ഗ്യാരണ്ടി എന്നാ പെടക്കുന്ന വെള്ളക്കരം കൂട്ടി, ഭൂനികുതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പെട്രോളിന്റെ സെസ് അത് പറയുമ്പോ സങ്കടം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ 400 രൂപയുടെ പെർമിറ്റ് കൂട്ടി. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ 400 രൂപ 4,300. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ?
50 കൊല്ലം തപസ്സിരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടത്തെ അവിടെ ഇവിടെ അല്ലാണ്ട് ഉണ്ടാവൂല. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇവിടത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഒരു വലിയ വൈറലായ സംഭവമല്ലേ ട്രോള്, ഓൾ ടെൻഷൻസ് ഓൺ മൈ ഹൗസ്, ടെൻഷൻസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞില്ലേ. ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക് എന്ന് പറഞ്ഞു. മഹാഭാരതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല. മഹാഭാരതവും രാമായണമൊക്കെ വിശ്വസിക്കുന്നവന്റെ വോട്ട് വേണ്ടെന്നൊന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ. അതിന് അംഗീകാരം പറ. അവിടെ എത്തിയപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ. ഇന്ത്യ മൊത്തത്തിൽ CPM-നെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിൽ നമ്പ്യാർ, ഇവരവിടെ ഒന്നും ഇല്ലല്ലോ, ഇവര് കേരളത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേരളത്തെ ഉദാഹരിച്ച് പറയാം. കോഴമാണിയെ കുറിച്ച് ഇവിടുത്തെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, 1,000 എന്നൊക്കെ പറയുന്നു മന്ത്രി. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നിങ്ങൾ പറയുന്ന തമിഴ്നാടും നിങ്ങൾ പറയുന്ന കർണാടകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും തിരക്ക് കൂട്ടുകയാണ്. ഈ നാട്ടിലേക്ക് ഫാക്ടറി വരണം, പണിയുണ്ടാകണം എന്ന് പറഞ്ഞ്. അപ്പൊ ഇവരുണ്ടല്ലോ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കാച്ചും കൊണ്ടുവന്ന ഇവരുടെ മറ്റേ ആളുകൾ ചെല്ലും കൊടിയും പിടിച്ചിട്ട് പൂട്ടിപ്പോ ഒരു പാർട്ടിയെ കുത്തുവാള എടുപ്പിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. 2 വലിയ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ട്രാക്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ഒരു നാണക്കേടില്ലാണ്ട് ഇപ്പൊ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. മാതൃവന്ദൻ യോജനയായാലും ഫസൽ ബീമ യോജനയായാലും 12 റുപ്യന്റെ ഇൻഷുറൻസ് ആയാലും പറഞ്ഞ കാര്യം കൃത്യമായി അക്കവടിയോടുകൂടി നടത്തും. അവരെല്ലാം പറയും 40-ാം തീയതി കിട്ടും, അല്ലെങ്കിൽ ഫെബ്രുവരി 31-ാം തീയതി തരും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. നിങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന അഭ്യാസങ്ങളും നുണയും തട്ടിപ്പുമല്ല. നിങ്ങൾ ക്യൂബയിൽ ഒരു വാക്സിൻ ഉണ്ടാക്കിയല്ലോ. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. കോവിഡ് കാലത്ത് ഇവരുടെ മുഖ്യമന്ത്രി ആ പാവപ്പെട്ട പാത്തുമ്മ ആട് വിറ്റ് കാശ് കൊടുത്തു. കാശൊക്കെ ആ കാശിന്റെ എന്തിനാ? വാക്സിൻ ഉണ്ടാക്കാൻ, ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരാൻ. ആ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ? മറുപടി ഇന്ന് വരും, നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. പ്ലീസ് റോഡ് വികസനം ഉണ്ടായില്ല. അതുകൊണ്ട് പറഞ്ഞു, റോഡ് വികസനം നരേന്ദ്രമോദി ചെയ്തെന്നില്ല. ഇവരുടെ മരുമകനുണ്ടല്ലോ റിയാസ്, ആ തലശ്ശേരി ബാസി ബൈപ്പാസിൽ പോയി പടെടുത്തല്ലോ, സെൽഫി. ഞാൻ ചെയ്ത റോഡ് വികസനം കേന്ദ്ര സംവിധാനത്തിന്റെയാ. കിലോമീറ്റർ കണക്കിന് റോഡ്, പാലം എല്ലാം തന്നില്ലേ? അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ കളിയാക്കാൻ. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആദ്യം നിന്റെ ഈ മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. എന്നാലേ പ്രൊഫഷണൽ ഒരു പുള്ളിയും കിട്ടും.